നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ശ്രീ പീയൂഷ് ഗോയലിന്റെ അടുത്തയിടെ നടത്തിയ വളരെ അഭിമാനത്തോടു കൂടി നമ്മളെല്ലാം കൊട്ടിഘോഷിച്ച ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇന്ത്യയും അമേരിക്കയുമായിട്ട് നടത്താൻ പോകുന്നത് മദർ ഓഫ് ഓൾ ഡീൽസ് ആണെന്ന്. പക്ഷേ ട്രംപുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം ട്രംപ് അമേരിക്കയുടെ അല്ലാതെ മറ്റാരുടെയും സ്ഥായിയായ സുഹൃത്തല്ല. ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ അടുത്ത കാലത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള മീറ്റിംഗിന് ശേഷം നടന്ന ഒരു ജോയിന്റ് പ്രസ് കോൺഫറൻസിൽ അമേരിക്കയിൽ നിന്ന് നടക്കുന്ന ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് ചോദ്യം ചോദിച്ചു. ട്രംപ് അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയുണ്ടായത്. നിങ്ങളുടെ ടഫായിട്ടുള്ള ഇംഗ്ലീഷ് ആക്സെന്റ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഒഴിഞ്ഞു മാറിയത്. ഇദ്ദേഹത്തിന് മറ്റൊരു രീതിയിൽ ഈ ചോദ്യത്തെ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യാമായിരുന്നു. അങ്ങനെയൊന്നും ഇല്ലല്ലോ, നിങ്ങളോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചു ഒഴിഞ്ഞു മാറും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിനെതിരെയുമുള്ള ഒരു ആക്ടിവിറ്റിയും അമേരിക്കൻ മണ്ണിൽ നിന്ന് നടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാമായിരുന്നല്ലോ. അതുമല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഞാനും അങ്ങനെയൊക്കെ കേട്ടു, ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒന്നും ചെയ്യാതെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ. അതുപോലെ തന്നെ നമ്മളെല്ലാം വളരെ ധൃതങ്ക പുളകിതരായ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ബംഗ്ലാദേശിനെ കുറിച്ച് ആരോ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാനത് മോദിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു, ഐ ആം ലീവിങ് ഇറ്റ് ടു ദ പ്രൈം മിനിസ്റ്റർ എന്നാണ് പറഞ്ഞത്. അതിന് മറ്റൊരർത്ഥം കൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തു, ഇനി എന്ത് വേണേൽ നടക്കട്ടെ, ഞങ്ങൾ ഇന്റർഫിയർ ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് അതിൽ താല്പര്യവുമില്ല എന്നായിക്കൂടെ അതിൻ്റെ അർത്ഥം. കാരണം അമേരിക്കയുടെയും വിശിഷ്യ ട്രംപിൻ്റെയും ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക തോളത്ത് കൊണ്ട് നടന്ന യുക്രൈനെ ഒറ്റയടിക്ക് ട്രംപ് താഴെയിട്ടു. ഇപ്പം യുക്രൈനിലെ റെയർ മിനറൽസിൻ്റെ പുറത്താണ് ട്രംപിൻ്റെ കണ്ണ്. എന്നും അമേരിക്കയുടെ കൂടെ നിന്നിട്ടുള്ള നേറ്റോ രാജ്യങ്ങളെ നിർദ്ദയം അദ്ദേഹം തള്ളി പറഞ്ഞില്ലേ. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്ന ഒരു വാർത്ത, ട്രംപ് പാകിസ്ഥാന് F-16 വിമാനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് $397 മില്യൺ റിലീസ് ചെയ്തിരിക്കുന്നു. പക്ഷെ അതിലൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും F-16 ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ പാടില്ല എന്ന്. F-16 കൊടുക്കുമ്പോൾ തന്നെ ഈ ഒരു ക്ലോസ് അന്നേ നിലവിലുണ്ട്. F-16 ഉപയോഗിക്കേണ്ടത് ടെററിസത്തിനെതിരായിട്ടുള്ള ഓപ്പറേഷന് വേണ്ടി മാത്രമായിരിക്കണം, മറ്റു രാജ്യങ്ങൾക്കെതിരെ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്ന അന്നേ നിബന്ധനയുണ്ട്. എന്നിട്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. 2019 ട്രംപ് തന്നെ അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോൾ പാകിസ്ഥാൻ ഈ F-16 ഇന്ത്യക്കെതിരെയും ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സൺഡേ ഗാർഡിയനിൽ ഒരു റിപ്പോർട്ട് വന്നത്, ട്രംപിന്റെ രണ്ടാം ഊഴത്തിൽ പാകിസ്ഥാന്റെ ISI ഭയക്കണമെന്നും പറഞ്ഞു. എല്ലാ സഹായ പാക്കേജുകളും 90 ദിവസത്തേക്ക് ട്രംപ് തന്നെയാണ് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നത്. വളരെ പെട്ടെന്ന് അതിൽ നിന്ന് ഒരു $397 മില്യൺ പാകിസ്ഥാന് വേണ്ടി റിലീസ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ ഒരു സ്റ്റേറ്റ്മെന്റും, ഇത് കൗണ്ടർ ടെററിസം ഓപ്പറേഷന് മാത്രമേ ഉപയോഗിക്കാനുള്ളൂ, ഇന്ത്യക്കെതിരെ ഉപയോഗിക്കരുത് എന്ന്. അമേരിക്കയിലെ നിയമങ്ങളും കൾച്ചറും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ നിയമങ്ങളിൽ മാറ്റം വരുത്താവുന്നതാണ്. യുക്രൈൻ ആയുധം കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും 300 കിലോമീറ്ററിൽ കൂടുതലുള്ള ദൂരത്തേക്ക് ഇത് ഉപയോഗിക്കരുതെന്നൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റഷ്യയുമായിട്ടുള്ള യുദ്ധം വന്നു കഴിയുമ്പോൾ അമേരിക്ക പെട്ടെന്ന് ആ നിയമം എടുത്ത് കളഞ്ഞു, എങ്ങോട്ട് വേണേൽ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ഇതേ ഫ്രീഡം നാളെ പാകിസ്ഥാന് കൊടുത്തുകൂടാ എന്നുണ്ടോ? അത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ആയാലും അല്ലെങ്കിൽ ഇതിന് ശേഷം വരാൻ പോകുന്ന മറ്റൊരു അഡ്മിനിസ്ട്രേഷൻ ആയാലും. അതോ ഇനി പാകിസ്ഥാനി പണം കൊടുക്കുന്നത് പാകിസ്ഥാനെ ഒരു പപ്പറ്റാക്കി കയ്യിൽ വെച്ചിട്ട് ചൈനയിൽ നിന്ന് അകത്താനും, അതുപോലെ തന്നെ നാളെ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ പാകിസ്ഥാനോട് ഇറാനെ അടിക്കടാന്ന് പറയുമ്പോൾ ഇറാനെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാൻ ഈ പൈസ F-16 മെയിൻ്റനൻസിനല്ല ഉപയോഗിക്കാൻ പോകുന്നത്. അവർ ചൈനയിൽ നിന്നും ടർക്കിയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ തന്നെ ഈ പണം ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചബാഹർ പോർട്ടിന്റെ കാര്യത്തിൽ ഏറ്റവും പുതിയ ട്രംപിന്റെ ഡിസിഷൻ അത് ഇന്ത്യക്കെതിരെയല്ലേ? പ്രത്യക്ഷമായിട്ട് തന്നെ അത് ചൈനയെ സഹായിക്കുന്ന ഒരു തീരുമാനമല്ലേ? ഇറാനിനെതിരെ അമേരിക്ക ഒരുപാട് സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇറാനിലെ ചബഹാർ പോർട്ടിനെതിരെ അമേരിക്കയിൽ ഒരു സാങ്ഷൻ വേവിയർ ഉണ്ടായിരുന്നു. അതിപ്പോൾ ട്രംപ് അവസാനിപ്പിക്കാൻ പോകുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ ചബഹാർ പോർട്ട് അമേരിക്കൻ സാങ്ഷൻസിൽ വരും. ചബഹാർ പോർട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതും അത് 10 വർഷത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇന്ത്യയാണ്. അപ്പം ഇന്ത്യയുടെ പൊസിഷൻ അവിടെ വീക്ക് ആകുന്നു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഒരു 170 കിലോമീറ്റർ അകലെയാണ് പാകിസ്ഥാനിലെ ഗ്വാദർ പോർട്ട്. ഈ ഗ്വാദർ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ ചബാഹർ പോർട്ട് വീക്ക് ആകുമ്പോൾ ഗ്വാദർ പോർട്ട് സ്ട്രോങ് ആവും. അങ്ങനെ വരുമ്പോൾ അവിടെ ചൈനയുടെ പൊസിഷൻ കുറച്ചും കൂടെ മെച്ചപ്പെടും എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. ചബാഹർ പോർട്ട് ഇന്ത്യ ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കച്ചവടപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സൈനികപരമായിട്ടുള്ള ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അതേസമയം ചൈനയും പാകിസ്ഥാനിലെ ഗ്വാദർ പോർട്ടിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരത് ചെയ്തിരിക്കുന്നത് കച്ചവടത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ചൈനയ്ക്ക് അവരുടെ കാല് ശക്തമായി ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ളത് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. ചൈനയുടെ ആധിപത്യത്തെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇറാനുമായിട്ട് സംസാരിച്ച് ഈ ചബാഹർ പോർട്ടിൻ്റെ നിയന്ത്രണം നമ്മൾ ഏറ്റെടുക്കുന്നത്.
ഒരു പക്ഷേ ഇതിനെക്കുറിച്ചൊരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഇന്ത്യ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഇതിനുവേണ്ടി നെഗോഷിയേറ്റ് ചെയ്യും അല്ലെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം സൗത്ത് ഏഷ്യയിലും സെൻട്രൽ ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും ചൈനയുടെ വളരെ ഉയർന്നു വരുന്ന ആധിപത്യത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇന്ത്യയുടെ ജവാഹർ പോർട്ടിലെ പ്രസൻസ് അമേരിക്കയ്ക്ക് പോലും ഇന്ന് ആവശ്യമാണ്. ട്രംപ് അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇതുകൊണ്ട് ചൈനയ്ക്ക് അവരുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, പാകിസ്ഥാനും ഇതുകൊണ്ട് ധാരാളമായി പ്രയോജനമുണ്ടാകും. കാരണം ഇതുവരെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതിരുന്ന ഗ്വാദർ പോർട്ട് ഇനി ആക്റ്റീവ് ആകും എന്നുള്ള ഒരു ബെനിഫിറ്റും പാകിസ്ഥാനുണ്ട്. ഒന്നും ആലോചിക്കാതെ ട്രംപിന്റെ ഭാഗത്തുനിന്ന് എടുത്തു ചാടിയുള്ള ഒരു ഡിസിഷനാണ് ഇതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ട്രംപ് വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ഇന്ത്യയുടെ ജവാഹർ താല്പര്യങ്ങൾക്ക് ട്രംപ് പാര വയ്ക്കുന്ന സമയത്ത് ട്രംപ് സത്യത്തിൽ പാര വയ്ക്കുന്ന ക്വാഡ് സഖ്യത്തിന് തന്നെയാണോ എന്ന് നമ്മൾ സംശയിക്കണം. ക്വാഡിനെ ശക്തിപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ട്രംപ് തന്നെയാണ്. ചൈനയുടെ വളർന്നു വരുന്ന മേധാവിത്വത്തിന് തടയിടാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇന്ത്യയെയും ഓസ്ട്രേലിയയും ജപ്പാനെയും കൂട്ടുപിടിച്ചുണ്ടാക്കിയ ഒരു സഖ്യമാണ്. ഈ ഒരു സഖ്യത്തിൽ നിന്നും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുന്ന ഇന്ത്യ പിന്മാറി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ക്വാഡ് സഖ്യത്തിന്റെ പ്രസക്തി തന്നെ ഇല്ലാതാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ട്രംപ് എല്ലാ രാജ്യങ്ങളെയും താരിഫിന്റെ കാര്യം പറഞ്ഞ് ഭയപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യക്കെതിരെയും റെസിപ്രോക്കൽ താരിഫ്സ് ഏർപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ടേമിൽ ട്രംപ് ഇന്ത്യക്കെതിരെ താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതിലും വലിയ താരിഫ് ഇന്ത്യ അങ്ങോട്ട് ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു ബാലൻസിലങ്ങ് പോയി എന്നുള്ളതാണ്. അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് $120 ബില്യൺ സാധനങ്ങളാണെങ്കിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് $70 ബില്യൺ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അധികമായിട്ട് $50 ബില്യൺ ഓരോ വർഷം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെ കണക്കൂട്ടൽ. പക്ഷെ നമ്മൾ കാലാകാലങ്ങളായിട്ട് ഒരു വഴക്കിന് പോകണ്ട എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ബജറ്റിലും നമ്മൾ ഒരുപാട് സാധനങ്ങളുടെ പുറത്തുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടീസ് നമ്മൾ കുറയ്ക്കുകയുണ്ടായി. പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ്, ടെക്സ്റ്റൈൽ സെക്ടർ, ഹൈ എൻഡ് മോട്ടോർ സൈക്കിൾ, ഇങ്ങനെ പലതിൻ്റെ പുറത്ത്. 2024 ട്രേഡ് സർപ്ലസ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 46 ബില്യൺ ആണെന്ന് കാണാം. അതേസമയത്ത് ചൈനയുടെ ട്രേഡ് സർപ്ലസ് 295 ബില്യൺ ആണ്. മെക്സിക്കോൻ്റെത് $172 ബില്യൺ. അപ്പോൾ ഇതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടേത് തുലവും തുച്ഛമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് സർവീസസ് ആണ്. അതുകൂടാതെ ഇന്ത്യ അമേരിക്കയിൽ നിന്നും ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും ഇമ്പോർട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് റഷ്യയിൽ നിന്നുള്ള ഇമ്പോർട്ടിനെ ചിലപ്പോൾ കുറച്ചുകൊണ്ടായിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ താരിഫ് എന്നുള്ള വടി ഒരു പക്ഷേ ഇന്ത്യക്കെതിരെയെങ്കിലും ട്രംപ് ഉയർത്തിയേക്കില്ല എന്ന് വേണം അനുമാനിക്കാനായിട്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ട്രംപിൻ്റെ ഇന്ത്യയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ടെമ്പററി ആയിരുന്നു. കാരണം ട്രംപിന് ഒന്നും കൂടി അമേരിക്കൻ പ്രസിഡന്റ് ആകണമെന്ന് അന്നേ താല്പര്യം ഉണ്ടായിരുന്നു. അമേരിക്കയിൽ ഒരുപാട് ഇന്ത്യൻ വോട്ടേഴ്സ് ഉണ്ട്, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ഇനി ഒരു പക്ഷേ ട്രംപ് മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഗെയിം ഇസ് ഓവർ. അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെയും ആവശ്യമില്ല. ട്രംപ് ഒരുപാട് ഇല്ലീഗൽസിനെ കൈയും കാലും ബന്ധിച്ച നിലയിൽ അവരുടെ സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് അയച്ചു. തീർച്ചയായിട്ടും ട്രംപ് ചെയ്തതിൽ ഞാൻ തെറ്റൊന്നും പറയില്ല. കാരണം ഇല്ലീഗലായിട്ട് അവിടെ ചെന്ന് കയറിയവരെ അപമാനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു വശം കൂടെ ചിന്തിക്കണം. അവരെ അപമാനിച്ചത് അമേരിക്കയുടെ നിയമങ്ങളെയും അമേരിക്കയുടെ സെക്യൂരിറ്റിയെയും അമേരിക്കയുടെ മിലിറ്ററിയും കൂടിയാണ്. ഒരു രാജ്യവും ഇത്രയും വലിയൊരു അപമാനം ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കില്ല, വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല. ഇവിടെ കടന്നുകൂടിയിരിക്കുന്ന 3 കോടി ബംഗ്ലാദേശികൾക്കും രോഹിംഗ്യകൾക്കും എതിരെയും നമ്മളും ഇതോ അല്ലെങ്കിൽ ഇതിലും കടുത്ത നടപടികളോ തന്നെ തീർച്ചയായിട്ടും എടുക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ആ ബംഗ്ലാദേശികൾക്ക് വേണ്ടിയിട്ട് കരയുന്ന ഒരവസ്ഥയാണ് നമ്മളിവിടെ ഇന്ത്യയിൽ കാണുന്നത്. ട്രംപിന് ഇന്ത്യയുടെ സെന്റിമെന്റ്സും പൊളിറ്റിക്സും എല്ലാം വളരെ വിശദമായിട്ടും വ്യക്തമായിട്ടും അറിയാം. നമ്മുടെ ഇമോഷൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് ട്വിറ്ററിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെയാണ്. ഇതെല്ലാം അമേരിക്കൻ കമ്പനികൾ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളുമാണ്. അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ പോലും ഇമോഷൻസ് എന്താണ്, സെന്റിമെന്റ്സ് എന്താണ്, അവരെന്താണ് ചിന്തിക്കുന്നത്, അവരെങ്ങനെ പ്രതികരിക്കും എന്ന് അനലൈസ് ചെയ്യാനായിട്ട് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് വളരെ എളുപ്പമാണ്. ട്രംപും ആ ഇൻ്റലിജൻസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ട്രംപിന് അറിയാം, കൈക്കും കാലിലും വിലം കെട്ട് സൈനിക വിമാനത്തിൽ കുറേ പേര് ഇങ്ങോട്ട് കയറ്റി അയച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ അതുകൊണ്ട് വളരെ വലിയ ബഹളമുണ്ടാക്കും. അങ്ങനെ നരേന്ദ്രമോദി ബാക്ക് ഫുട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ട്രംപിന് വളരെ കൃത്യമായിട്ട് അറിയാം. അതിനുവേണ്ടി തന്നെയാണ് ട്രംപ് അത് ചെയ്തത്. ഇത് മോദിക്കുള്ള മെസ്സേജാണ്. കാരണം നീ എനിക്ക് വഴങ്ങി എൻ്റെ മുമ്പിൽ കുനിഞ്ഞ് ഒച്ചാനിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്കിട്ട് ഞാൻ അസലായിട്ട് പണി തരും എന്നുള്ള മെസ്സേജ് തന്നെയാണ്. അതിനുകൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, ഇതിൻ്റെ മുമ്പ് ഇവർ തമ്മിൽ കണ്ടപ്പോൾ പത്രക്കാരുടെ ഒരു ചോദ്യത്തിന് മുമ്പിൽ ട്രംപ് പറഞ്ഞു മോദി വളരെ ടഫായിട്ടുള്ള ഒരു നെഗോഷിയേറ്ററാണ് എന്ന് ട്രംപ് സമ്മതിച്ചു. ഒരു കാലത്തും മറ്റൊരാൾ എന്നെക്കാളും വലുതാണ് എന്ന് ട്രംപ് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ ഈ ഒരു സമ്മതത്തിൻ്റെ പുറകിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്.
ട്രംപിൻ്റെ F-35 ഓഫർ അത് ഇന്ത്യയെ സഹായിക്കാനൊന്നുമല്ല. കാരണം ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജപ്പാൻ, ജർമ്മനി ഇങ്ങനെ പല രാജ്യങ്ങളും അവരുടെ 6th ജനറേഷൻ വിമാനത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രോഗ്രാമിലേക്ക് ഇന്ത്യയെ ക്ഷണിച്ചിട്ടുണ്ട്. റഷ്യ വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഫറാണ് സുഖോയ് 57 വേണ്ടിയിട്ട് നമ്മൾ തന്നിരിക്കുന്നത്. ഈ അവസരത്തിലാണ് ട്രംപ് ഒരു F-35ൻ്റെ ഓഫർ, അത് ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യലായിട്ട് വാക്കാൽ മുന്നോട്ട് വയ്ക്കുന്നത്. പ്യുവർ ബിസിനസ്സാണ്. അതിൽ പല മാനദണ്ഡങ്ങളും ഉണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ കുറേ വിമാനം വിൽക്കാം. ഇനി സുഖോയ് 57 ഇന്ത്യ വാങ്ങാനുള്ള പോസിബിലിറ്റിക്ക് തടയിടാൻ പറ്റിക്കഴിഞ്ഞാൽ അതുമാകട്ടെ. F-35ൻ്റെ നിർമ്മാണത്തിനും അതിനെ കൊണ്ടു നടക്കുന്നതിലും ഇലോൺ മസ്ക് 100% എതിരാണ്. ഇതിനെ ഒരു ഫൂളിഷ് പ്രോഗ്രാം എന്നാണ് മസ്ക് വിളിപ്പിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിമാനത്തിൻ്റെ സ്ട്രക്ചറൊക്കെ അവിടെ നിർമ്മാണത്തിൽ ഇരിക്കുന്നുണ്ട്, ഒരുപാട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇതെല്ലാം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് ഒഴിവാക്കാം, എന്നിട്ട് മറ്റൊരു പ്രോഗ്രാമിൻ്റെ പിന്നാലെ പോകാം എന്നുള്ളൊരു ധാരണ അമേരിക്കയിൽ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം FA-18 ഹോർനെറ്റ് പ്രോഗ്രാം അമേരിക്ക നേരത്തെ തന്നെ നിർത്തലാക്കാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഇന്ത്യയുടെ MRFA പ്രോഗ്രാം കണ്ടപ്പോൾ അവർ അതിനെ ഇങ്ങനെ സജീവമായിട്ട് താൽക്കാലികമായിട്ട് നിലനിർത്തി. ഇന്ത്യ അതിൽ ഇടപെടാനായിട്ട് യാതൊരുവിധ സാധ്യതയും ഇല്ലയെന്ന് കണ്ടപ്പോൾ ഇപ്പോൾ അവരത് ഡിസ്കണ്ടിന്യൂ ചെയ്തു, ക്ലോസ് ചെയ്തു F-18ൻ്റെ ഫാക്ടറി. F-21 എന്ന് പറയുന്ന വിമാനം പ്രത്യക്ഷത്തിൽ ഇല്ല, അത് പേപ്പറിൽ മാത്രമുള്ള ഒരു വിമാനമാണ്. F-16നെ കുറച്ചും കൂടെ നന്നായി പോളിഷ് ചെയ്ത് പെയിൻറ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വിമാനം, അത്രേ ഉള്ളൂ. അത് കുറച്ച് ഏവിയോണിക്സിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പ്യൂർലി ഇന്ത്യൻ മാർക്കറ്റ് മാത്രം കണ്ടുകൊണ്ട് ഡെവലപ്പ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. അതും അവർ കുഴിച്ചു മൂടും, നോക്കും. ഇനി ട്രംപിൻ്റെ റഷ്യയുമായിട്ട് ഇപ്പോൾ കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ്, റഷ്യ അമേരിക്കയുടെ കാലാകാലങ്ങളായിട്ടുള്ള ഏറ്റവും വലിയ ശത്രുവാണ്. അതിൻ്റെ പുറകിൽ പല ഉദ്ദേശങ്ങളുമുണ്ട്. യുദ്ധം നിർത്തിക്കാനായിട്ട് റഷ്യയുമായിട്ട് ട്രംപ് അടുക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പുറകിൽ ഒരുപാട് ഉദ്ദേശങ്ങളെ ട്രംപ് കണ്ടിട്ടുണ്ട്. ഒന്നാമത്തേത്, റഷ്യയും ചൈനയുമായിട്ടും വളരെ അടുത്തൊരു ബന്ധമാണ്. അതുപോലെ തന്നെ റഷ്യയും നോർത്ത് കൊറിയയുമായിട്ടും വളരെ അടുത്തൊരു ബന്ധമാണ്. പക്ഷേ റഷ്യനെ അമേരിക്ക ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു എന്നൊരു തോന്നൽ പുടിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ റഷ്യ ചൈനയിൽ നിന്നും അതുപോലെ തന്നെ ഉത്തര കൊറിയയിൽ നിന്നും അകലാനും ഉള്ള സാധ്യത ഇവർ മുന്നിൽ കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, യുക്രൈനിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളുടെ ഒരു കാരണവശാലുമുള്ള ഇടപെടലുകൾ റഷ്യ ഒരു കാലത്തും ആഗ്രഹിക്കുന്നില്ല, അനുവദിക്കില്ല. അങ്ങനെ വരുമ്പോൾ റഷ്യയുടെ സമ്മതത്തോടുകൂടി യുക്രൈനിലേക്ക് കടന്നു കയറാനും അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധമുണ്ടാക്കി റഷ്യയുടെ എതിർപ്പില്ലാതെ വളരെ ഭീമമായ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി യുക്രൈനിലെ ആ ഭീമമായ മിനറൽ റിസർവിലേക്ക് അമേരിക്കയ്ക്ക് ശക്തമായ ഒരു കണ്ണുണ്ട്. എന്ന് മാത്രമല്ല, റഷ്യയുടെ മൂക്കിൻ്റെ താഴെ അമേരിക്കയ്ക്ക് ചുവടുറപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടും ഇതിനെ മാറ്റിയെടുക്കും. ഭാവിയിൽ ഇത് റഷ്യയ്ക്ക് ഒരു കീറാമുട്ടിയായിട്ട് വരും. ഒരു പക്ഷേ ഈ ഒരു നടപടി 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും നയിക്കാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക UN നിന്നും വിഡ്രോ ചെയ്യാൻ പോകണമെന്നൊരു പ്രസ്താവന ഉണ്ടായി. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? UN എന്നുള്ളത് അപ്രസക്തമായിട്ട് മാറും. ലോകത്തിൽ മുഴുവൻ ബഹളങ്ങളും യുദ്ധങ്ങളും എല്ലാം നടക്കും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറത്ത് UN ഒരു ചെറിയ കൺട്രോളെങ്കിലും ഇപ്പോൾ ഉണ്ട്. ആ കൺട്രോൾ അങ്ങ് ഇല്ലാതെയാവും. ലാഭം ആർക്കാണ്? അമേരിക്കയ്ക്കാണ്. യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വേണം, ആയുധങ്ങൾ വിറ്റ് കാശുണ്ടാക്കാം. ട്രംപ് വന്നതിന് ശേഷം സത്യത്തിൽ ഇന്ത്യക്ക് തലവേദന കൂടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ ചൈനയെ കണ്ടുപിടിക്കണം. കാരണം അവർ ഏതാണ്ട് പൂർണ്ണമായിട്ടും സെൽഫ് റിലയൻ്റ് ആണ്, സ്വയം പര്യാപ്തമാണ്. എന്തും സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാനും നിർമ്മിക്കാനും സാധിക്കുന്നുള്ളത് ചൈന ഇന്ന് ലോകത്തിന് മുമ്പിൽ കാണിച്ചു വെച്ച ഏറ്റവും നല്ലൊരു ഉദാഹരണം തന്നെയാണ്. ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് അടുത്തൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അമേരിക്കയും റഷ്യയും ചൈനയും അവരുടെ ഡിഫൻസ് സ്പെൻഡിങ് 50% കുറയ്ക്കണമെന്ന്. ചൈന എടുത്തു വായിക്ക് പറഞ്ഞു പറ്റില്ല. ചൈനയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു മനുഷ്യൻ ചോദ്യം ചെയ്യില്ല. ഗവൺമെൻറ്റിന് രാജ്യത്തിന് യുക്തമായത്, ഉചിതമായത് എന്ന് തോന്നുന്ന ഏത് തീരുമാനവും സധൈര്യം എടുക്കാം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സാഹചര്യം അങ്ങനെയല്ല. എല്ലാ കാര്യത്തിലും ചുവപ്പ് നാടുകളുടെ ഇടപെടൽ ഒരുപാടുണ്ട്. അതിന് പുറമെ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസും കണ്ടമാനം ഉണ്ടാകുന്നുണ്ട്. ആത്മനിർഭർ ഭാരത് എന്നൊക്കെ പറയാനായിട്ടും സ്വപ്നം കാണാനും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഇത് പ്രാവർത്തികമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒന്നിച്ചു നിന്ന് ഇന്ത്യയുടെ സെക്യൂരിറ്റി, ഇന്ത്യയുടെ വളർച്ച, ഇന്ത്യയുടെ അഭിവൃദ്ധി ഇതിനു വേണ്ടിയിട്ട് ഒറ്റ മനസ്സായിട്ട് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ചിന്തിച്ചേ മതിയാവുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.